നാണിക്ക എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം. ഈ 2004 ഡിസംബറോടെ ഇന്നത്തെ ദിവസം കഴിയാണല്ലോ, 2004 കഴിയാണല്ലോ. അപ്പോൾ ഈ വർഷത്തെ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയാണത്? എനിക്ക് ഈ 2024 ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദുഃഖങ്ങളും ഉണ്ടായിട്ടില്ല, ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ നമ്മളെന്താ അറിയോ, പുതിയ വർഷം പിന്നെ 2025 ഇപ്പോൾ ഇന്ന് 12 കഴിഞ്ഞാൽ നാളെ 2025 അപ്പോൾ നമ്മൾ പിന്നെ വർഷങ്ങൾ മാറി മാറി വരണം. അപ്പോഴാണ് നമുക്ക് വയസ്സ് കൂടുന്നതും നമുക്കൊക്കെ നാദം നിശ്ചയിച്ച ഒരു ദിവസം വരാനും ഒക്കെ. അല്ലെങ്കിൽ നമ്മൾ മരിച്ച പോലെ 40 വയസ്സ് 60 വയസ്സ് അങ്ങനെ വയസ്സ് അറിയണമെങ്കിൽ നമുക്ക് വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് മാറി മാറി വരണമല്ലോ നമ്മളെ വിധിയിൽ. അതിൻ്റെ ഇടയിൽ നമുക്ക് നാദം വിധിച്ചതാണ് നമുക്ക് ഈ ജീവിതത്തിൽ സംഭവിക്കുന്നത്, സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഈ 2004 മനസ്സാക്ഷിയെ മരപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായി. വയനാട് ദുരന്തം, പിന്നെ നമ്മൾ അർജുന് മരിച്ച ആ മണ്ണിടിച്ചില്, അത് ഭയങ്കര അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ, കുറേ ആക്സിഡൻറ്റ് നമ്മളെ മനസ്സിനെ ആകെ ഇതാക്കി. ഒരുപാട് ഈ 2004 ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലുപരി സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ലോകത്തെ എല്ലാവർക്കും ഓരോ ആൾക്കാർ ഇപ്പോൾ അതുമാതിരി നമ്മളെ വാപ്പു, നമ്മളെ ഒരുപാട് ആളുകൾക്ക് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഓരോ വ്യക്തിയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ വരും വർഷങ്ങളിൽ നമുക്ക് പ്രത്യാശിക്കാൻ പറ്റുന്ന അള്ളാഹിനോട്, നമുക്ക് നാഥനോട് പ്രാർത്ഥിക്കാം. എന്താണ്, വൻ ദുരന്തങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ലേ, പരീക്ഷണത്തിന് ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ട, നമുക്ക് വയനാടിൻ്റെ പോലത്തെ അങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഇനി ഞങ്ങൾക്ക് തരല്ലേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്കൊക്കെ സന്തോഷത്തോടെ ജീവിക്കാനും ദീനം കേടും അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാനൊക്കെ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് എൻ്റെ ഒരു ഇത്. ഇതിപ്പോൾ നാളെ കഴിഞ്ഞാൽ നമ്മൾ പണിയും കാര്യങ്ങളും നമ്മൾ സാധാ തന്നെ. പക്ഷേ ന്യൂ ഇയർ അറിയുമ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക, ഒരുപാട് ആഘോഷങ്ങൾ. ന്യൂ ഇയറിന് ഒരുപാട് സ്ഥലത്തേക്ക് പോവുക, അവിടെ പോവുക, എന്നിട്ട് അവിടെയൊക്കെ പോയി പൈസ പൊടിക്കുക, അങ്ങനെ ഒരുപാട്. അതിനൊക്കെ ഞാൻ വ്യത്യസ്തം, അങ്ങനത്തേനൊന്നും വെച്ച് താല്പര്യമല്ല. എൻ്റെ ഒരു കൊച്ച് ആ ലോകത്ത് എൻ്റെ ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആയിക്കോട്ടെ.